الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്ലാം കാര്യം 6 ഉണ്ടാകുമായിരുന്നെങ്കിൽ 5 ഉള്ളൂ. അത് 6 ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അതിലെ 6ാമത്തെ കാര്യം അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ എന്നതാകുമായിരുന്നു എന്ന്. നല്ലത് കൽപ്പിക്കുക, ചീത്ത വിരോധിക്കുക. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുള്ള ഒരു വിഷയമാണ്. പ്രവാചകന്മാരൊക്കെ ഇവിടെ വന്നത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചീത്തയായ കാര്യങ്ങൾ കാണുമ്പോൾ അരുതേ എന്ന് പറയാനുമാണ്. ആ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി ബാധ്യത. തിന്മ കാണുമ്പോൾ, മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാവണം ഒരു മുഅ്മിനിന്. അതുള്ളവനാണ് മുഅ്മിൻ. അത് അദ്അഫുൽ ഈമാൻ എന്ന് പറഞ്ഞു. അതിന് കഴിയാത്തവൻ ഒരു ദുർബല മുഅ്മിനാണ്. മൻ റആ മിൻകും മുൻകർ, ഒരു മുൻകർ നിങ്ങൾ കണ്ടാൽ, അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. നല്ല കാര്യം മഅറൂഫാണ്, നല്ല കാര്യം. ഏറ്റവും നല്ല കാര്യം തൗഹീദ്, ഈമാൻ. അവിടെ മുതൽ തുടങ്ങിയിട്ട് വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇടത്തെ കൈകൊണ്ട് ശൗച്യം ചെയ്യുക എന്നത് വരെയുള്ള നല്ല കാര്യങ്ങൾ അതിൽപ്പെടും. മുൻകർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുൻകർ ഷിർക്കും കുഫ്റും. അതിന്റെ താഴെ ഒരു സാമാന്യ മനസ്സിന് മോശമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ മുൻകറിൽ പെടും. നിങ്ങൾ പറയാണ് മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു മുൻകർ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കഴിയുമെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് അതിനെ തടയണം. സാധിക്കുമെങ്കിൽ, സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, അതിന് കഴിയില്ല എങ്കിൽ നാവ് കൊണ്ടെങ്കിലും തടയണം, പറഞ്ഞു നോക്കുക. എന്നിട്ടും ശരിയാണില്ലെങ്കിൽ ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി,
അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ തടയണം, അതിനോടൊരു വെറുപ്പെങ്കിലും പ്രകടിപ്പിക്കണം. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഒരു ദുർബലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അത്രയും ഈമാൻ അല്ലെങ്കിൽ ഒന്ന് പറയാനും കൂടി കഴിയില്ലെങ്കിൽ അത്രയും അവന്റെ ഈമാൻ സൂക്ഷിക്കണം എന്നതാണ്, ദുർബലമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. സമൂഹത്തിൽ ഇത് ആവശ്യം. അതുകൊണ്ടാണ് മഹാന്മാർ അത് ഇസ്ലാം കാര്യങ്ങൾ ഉൾപ്പെടേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ്. الذين يتبعون النبي الأمي الذين يجدونه مكتوبا عندهم في التوراة والإنجيل. തൗറാത്തിലും ഇഞ്ചീലും പ്രതിപാദിക്കപ്പെട്ട മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബിയുടെ വിശേഷണം ആദ്യമായി പറഞ്ഞത് അല്ലദീ യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. ആ മുഹമ്മദ് നബി അങ്ങനെ ആയിരുന്നു. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആ സമുദായത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. നബി തങ്ങൾ ആദ്യം തുടങ്ങിയത് യഅ്മുറുഹും ബിൽ മഅറൂഫി, നല്ല കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതോടൊപ്പം വയൻഹാഹും അനിൽ മുൻകർ, ചീത്ത വിരോധിക്കുകയും ചെയ്യും. രണ്ടും ഒപ്പം വേണമെന്നാണ്. ഒരു വിശേഷണമല്ല. നന്മ കൽപ്പിക്കുക എന്നത് ഒരു വിശേഷണം, തിന്മ വിരോധിക്കുക എന്നത് ഒരു വിശേഷണം. അങ്ങനെയല്ല, അത് രണ്ടും കൂടി ഒപ്പം ഉണ്ടാകണം. ലോകത്ത് എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളും എല്ലാ മതങ്ങളും ഒക്കെ നന്മ കൽപ്പിക്കുന്നവരാണ്. നന്മ കൽപ്പിക്കാത്ത ഒരു ഈസവും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ അവിടെ കുറഞ്ഞു പോകുന്നതും നഷ്ടപ്പെടുന്നതും പുറത്തേക്ക് കാണാത്തതുമൊക്കെ തിന്മ വിരോധിക്കുക എന്നതാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇസ്ലാം എണ്ണിയിട്ടുണ്ട് പ്രത്യേകമായിട്ട്. സൂറത്ത് തൗബയിൽ ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, അല്ലാഹു തആല ചില മുഅ്മിനീങ്ങളുടെ മനസ്സ് വാങ്ങിയിട്ടുണ്ട്, വാങ്ങിയെടുത്തിട്ടുണ്ട്, വാങ്ങിക്കണം. അല്ലാഹ് കച്ചവടാക്കിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അവർ വിശേഷണം പറയുന്നുണ്ട്, അത്തായിബൂനൽ ആബിദൂൻ അൽ ഹാമിദൂന അസ്സായിഹൂൻ അർറാകിഊന അസ്സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ. അവരെ വിശേഷിപ്പിക്കുക തായിബൂൻ, അവർ തൗബ ചെയ്യുന്നവരാ, പശ്ചാത്തപിക്കുക. അതൊരു വിശേഷണം. ഇബാദത്ത് ചെയ്യുന്നവരാണ്, അല്ലാഹനെ സ്തുതിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, റുകൂഅ് ചെയ്യുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാണ്. പക്ഷെ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. അതിന് തഫ്സീർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഒന്നൊന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ എന്നുള്ള ഒരൊറ്റ വിശേഷണമായിട്ടാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ അംറും ബിൽ മഅറൂഫിന്റെ കൂടെ തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി നൽകേണ്ടതാണ് നഹ്യുൻ അനിൽ മുൻകർ. അതുകൊണ്ടാണ് നബിയുടെ സ്വഭാവം പറഞ്ഞപ്പോ അല്ലദീ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നല്ല എന്തെല്ലാം ഉണ്ടോ, മഅറൂഫ് എന്തൊക്കെയുണ്ടോ, നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബ, നല്ലതൊക്കെ അനുവദിച്ചു കൊടുക്കും. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായതൊക്കെ നിഷിദ്ധമാണെന്ന് അവരെ പഠിപ്പിക്കും. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. ഒരുപാട് ഭാരങ്ങൾ പൗരോഹിത്യം അവരെ അടിച്ചേൽപ്പിച്ചിരുന്നു, ജാഹിലിയത്ത് അവരെ അടിച്ചേൽപ്പിച്ചിരുന്നു, അതൊക്കെ ഒഴിവാക്കി. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം, ചങ്ങലക്കെട്ടുകളിൽ നിന്നൊക്കെ അതൊക്കെ അയച്ചു വെച്ചു. നബി വന്നിട്ട് അതൊക്കെ അയക്കാൻ പറഞ്ഞു. പൗരോഹിത്യത്തിന്റെ ചങ്ങല, അതുപോലെ തന്നെ ജാഹിലിയൻ വിശ്വാസത്തിന്റെ ചങ്ങലകള്, ഷിർക്കിന്റെ ചങ്ങല, അതിനൊക്കെ ചങ്ങലൊക്കെ കെട്ടയച്ചു വിട്ടു നിബിധങ്ങളാണ്. അപ്പൊ ആദ്യം തുടങ്ങിയത് അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. ഇത് പണ്ട് കാലം മുതൽ ജൂതന്മാരിൽ വരെ ഇങ്ങനെ നിലനിന്നിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ജൂതന്മാരിലെ ഒരു വിഭാഗത്തെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്, ഒരു വിഭാഗത്തെ അള്ളാഹു നന്നായി പുകഴ്ത്തിയിട്ടുണ്ട്. അതില് വമിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന കിതാബല്ലാഹി ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ. അല്ലാഹു പറയാം, എല്ലാ ജൂതന്മാരും മോശമല്ല, എല്ലാ അഹ്ലി കിതാബുകളും മോശമല്ല. വമിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ,
നല്ല നിലപാടുള്ള ഒരു സമൂഹം അവരുടെ കൂട്ടത്തിലുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? യത്ലൂന കിതാബല്ലാഹ്, അവര് അവരുടെ വേദഗ്രന്ഥം വായിക്കും. ഒറിജിനൽ തൗറാത്ത് അവർ വായിക്കും. ആനാ അൽ-ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ, വഹും യസ്ജുദൂൻ, സുജൂദിൽ കിടന്നുകൊണ്ട്. അത് പോരാന്ന്, ഇബാദത്ത് ചെയ്താ പോരാ. വയഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അവരെ പറ്റി അവർ യഅ്മുറുഹും ബിൽ മഅറൂഫ്, അവർ നല്ല കാര്യം കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുൻകർ, ചീത്ത വിരോധിക്കും. അപ്പൊ ഇബാദത്തുകൾ ഒരുപാട് ചെയ്താൽ പോരാന്നുള്ളതാണ്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്താൽ പോരാ. അവരെ അള്ളാഹ് പുകഴ്ത്തി പറയാനുള്ള കാരണം യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞ് പഠിപ്പിക്കും. അതിന് ആരും വില വെക്കൂല. ചീത്ത കാര്യങ്ങളാണെങ്കിൽ അരുതേ എന്നവർ പറയും എന്നതാണ്. എന്നാൽ ബനൂ ഇസ്രായേൽ ശപിക്കപ്പെട്ടതും ഖുർആൻ വിവരിക്കുന്നുണ്ട്. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിനി മറിയം. ദാവൂദ് നബിയുടെ വായിലൂടെ ശപിക്കപ്പെട്ട ബനൂ ഇസ്രായേൽ, അതുപോലെ ഈസാ നബിയിലൂടെ ശപിക്കപ്പെട്ട ഇഞ്ചീലിന്റെ അഹ്ലുകാർ. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അത് അവര് ധിക്കാരം കാണിച്ചിട്ട്, അവര് അക്രമങ്ങൾ കാണിച്ചിട്ടാണ്, അതിരുവിട്ടിട്ടാണ്. എന്താ കാരണം? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫഅലൂൻ. കാനൂ ലാ യതനാഹൗൻ, എന്ത് മുൻകർ കണ്ടാലും നിസ്സംഗത പ്രകടിപ്പിക്കുക എന്നല്ലാതെ അതിനെ എതിർക്കൂല. അവര് ചെയ്യുന്ന തിന്മകളെ നിസ്സംഗമായി നോക്കി നിൽക്കുക. നിസ്സംഗത നമ്മൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ പഠിക്കുമ്പോ ഇന്നത്തെ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ വളരെയധികം ശ്രദ്ധിക്കണം. എന്ത് തിന്മകൾ കണ്ടാലും എല്ലാവർക്കും ഒരു നിസ്സംഗതയാണ്. അതാണ് അവർക്കുണ്ടായത്. അതാണ് ശപിക്കപ്പെടാനുള്ള കാരണം. ലോകത്ത് ശാപം ഇറങ്ങാൻ അത് മതിയെന്ന്. തെറ്റുകൾ കണ്ടിട്ട് ആ തെറ്റിനെതിരെ നിസ്സംഗത കാണിച്ചാൽ അല്ലാഹു തആല പ്രാർത്ഥനക്ക് ഉത്തരം തരില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹദീസ്. അതാണ് അവർക്കുണ്ടായത്. കാനൂ ലാ യതനഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫഅലൂൻ. അവർ ചെയ്ത എത്ര മോശമായ കാര്യമാണ് അവർ ചെയ്തത്. അവര് തിന്മ കണ്ടാൽ അത് വിരോധിക്കില്ല, അതിനോട് നിസ്സംഗത കാണിക്കും. വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നബി തങ്ങൾ പറയാം, നിങ്ങൾ നല്ല കാര്യം കൽപ്പിക്കണം. വലതൻഹൗന അനിൽ മുൻകർ, ചീത്തയായ കാര്യം എവിടെ കണ്ടാലും എത്ര നിസ്സാരമാണെങ്കിലും അതിനോട് നിസ്സംഗത കാണിക്കാതെ അതിനെ എതിർക്കണം. ഇല്ലെങ്കിലോ അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ യൂഷിക്കു അൻ യുനസ്സില അലൈക്കും ഇഖാബൻ മിൻഹു, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. ശിക്ഷ വന്ന് വ്യാപകമായാൽ സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. നോക്കൂ, റസൂലിന്റെ ഹദീസൊക്കെ സത്യസന്ധമായി പുലരുകയാണ്. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും, പിന്നെ അതിന് നിങ്ങൾ സംഘടന ഉണ്ടാക്കും, അതിന് നിങ്ങൾ ബോർഡ് വെക്കും, അതിന് നിങ്ങൾ മഹല്ല് കമ്മിറ്റി ഇടപെടും. ഒന്നും കാര്യമല്ല. ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. തിന്മകളുടെ വ്യാപനം എന്തോ ആവട്ടെ, ലഹരിയാവട്ടെ, നഗ്നതയാവട്ടെ, ലൈംഗികമായിട്ടുള്ള അരാജകത്വമാവട്ടെ, LGBT എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ നമ്മുടെ കുട്ടികളൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുന്ന സംഗതികളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ലായ്മ, ഒളിച്ചോടാനുള്ള താല്പര്യം, കസിൻ സംസ്കാരം, എന്തൊക്കെയാണ് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. അതൊരു കൊലപാതകത്തില് അല്ലെങ്കിൽ കൂട്ടക്കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുക ഇതെല്ലാവരും അറിഞ്ഞിരുന്നു, എത്രയോ കാലം ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് രക്ഷിതാക്കൾക്ക് അറിയാമായിരുന്നു. സ്വന്തം രക്ഷിതാക്കൾക്ക് പോലും അതൊന്നും പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വന്നു കഴിഞ്ഞ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പടച്ചവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. തിന്മ എത്ര ചെറുതാണെങ്കിലും അത് വിരോധിക്കണം. നിങ്ങൾ ആലോചിക്കൂ, ചിലരെ സംബന്ധിച്ചിടത്തോളം തിന്മ വിരോധിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത കുറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ചില കാര്യത്തിനെതിരെ ചില കാര്യം തുറന്നു പറയുമ്പോൾ, വീട്ടിലാവട്ടെ, നാട്ടിലാവട്ടെ, മെമ്പറിലാവട്ടെ, പൊതുവേദികളിലാവട്ടെ, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം? നിങ്ങൾക്ക് വേറെ ഒന്നും പറയല്ലേ?
ഈ നമ്മളെ തന്താരം പറഞ്ഞാൽ വല്ല തന്ത വൈബ് എന്നൊക്കെ കുട്ടികൾ പറയാം. നമ്മൾ വല്ല വയലൊക്കെ നല്ല പറഞ്ഞു അതൊക്കെ ഒരു തന്ത വൈബാണ്, ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ നമ്മളും കുറച്ച് ആൾക്കാർ ഓല സ്വർഗം ഓല നരകം ഓലങ്ങനെ പോയിക്കോട്ടെ, ഇതൊന്നും പറയണ ചില നല്ല മനുഷ്യന്മാരുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് മൂപ്പര്, എല്ലാവർക്കും ഇഷ്ടമാണ്, ഒന്നും പറയില്ല, ഓനിഷ്ടം തന്നെയല്ലേ, ആരെയും മൂത്ത് നോക്കിയിട്ട് ഒന്നും പറയാൻ അവനക്ക് ധൈര്യമില്ല. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാ സംഘടനക്കാർക്കും ഓനെ ഇഷ്ടമാണ്, എല്ലാ പാർട്ടിക്കാർക്കും ഓനെ ഇഷ്ടമാണ്, എല്ലാ മഹല്യർക്കും ഓനെ ഇഷ്ടമാണ്, എല്ലാ നാട്ടുകാർക്കും ഓനെ ഇഷ്ടമാണ്, എല്ലാ കുടുംബക്കാർക്കും ഓനെ ഇഷ്ടമാണ്. അങ്ങനെ അവനൊരു ഇഷ്ട മനുഷ്യനായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ പോകാം. ഓനക്കും അത് ഇഷ്ടമാണ്. നിങ്ങൾക്കറിയോ പരിശുദ്ധ ഖുർആനില് മീൻ പിടിച്ച കൂട്ടരെ കഥ പറയുന്നത് ഏത് ദിവസം? സബത്ത് ആചരിക്കുന്ന ദിവസം, സബത്ത് ആചരിക്കും, ശബാത്ത് ആചരിക്കുന്ന ദിവസം. അന്ന് മീൻ പിടിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ ഒരു നിയമമായിരുന്നു, കർശനമായ നിയമമായിരുന്നു. പക്ഷേ അന്ന് മത്സ്യം നല്ല വരും, അന്ന് നല്ല മീൻ കിട്ടും. മീനിങ്ങനെ ഇത് ഈ സബത്ത് ആചരിക്കണമെന്ന് കണ്ടമാനം മീനുകൾ ഇങ്ങനെ മൂക്കും പൊന്തിച്ചിട്ട് ഇങ്ങനെ വരും. മൂക്കെടുക്കറിയില്ല നമ്മള്, മീനൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഇതില്ലാത്ത ദിവസം ഇവര് കിണഞ്ഞ് ശ്രമിച്ചാൽ ഒരൊറ്റ മീനെ പോലും കിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തെന്നറിയോ? ഈ വെള്ളിയാഴ്ച ദിവസം, ശനിയാഴ്ചയാണ് സബത്തെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഓരോ കയവുണ്ടാക്കി വെക്കും, ചെറിയ ചെറിയ കയവകള് അല്ലെങ്കിൽ കുളങ്ങള് കിണറുകള്, അത് തുറന്നിടും. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഈ കയവുണ്ടാക്കി വെച്ച് അതിലേക്ക് തുറന്നിടും. അത് തുറന്നിട്ടാൽ മീനൊക്കെ അതിൽ പോയി ചാടും, ഇങ്ങോട്ട് വരുമ്പോ അത് അടക്കുകയും ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം പോയി പിടിക്കും. പടച്ചവനൊപ്പിക്കണ പരിപാടി. അന്ന് പിടിക്കൂല, പിറ്റേ ദിവസം പിടിക്കും. അപ്പൊ എന്തായി? പടച്ചവന്റെ വിധി അംഗീകരിക്കുന്നു. ഇത് നന്മയോ തിന്മയോ? ചില ആളുകൾ മനസ്സിലാക്കി ഇത് തിന്മയാണ്. വെള്ളിയാഴ്ച പിടിക്കണില്ലെങ്കിലും അത് അന്ന് പിടിച്ചതിന് തുല്യമാണ്. അന്നത്തെ ആ മീനുകളെയാണ് ഇവർ പിടിച്ചത്, അതുകൊണ്ട് പാടില്ല എന്ന് കർശനമായി പറഞ്ഞു. പിടിക്കാൻ പാടില്ല. എന്നാ ഇവർ കേട്ടില്ല. ഒരു വിഭാഗം അത് പിടിച്ചു. ഖുർആനിൽ കാണാം, ഒരു വിഭാഗം ശക്തമായിട്ട് മീൻ പിടിക്കാൻ തന്നു. ഇത് ഞങ്ങൾ പിടിക്കുന്നത് തെറ്റല്ല, ശരിയാണ്, ഞങ്ങൾക്ക് അന്ന് മീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ ഓല് പിടിച്ചു. ഒരു വിഭാഗം ശക്തമായിട്ട് അതിനെ എതിർത്തു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ശുദ്ധന്മാരായ കുറച്ച് ആൾക്കാർ വന്നത്. ഖുർആൻ പറയുന്നുണ്ട്, അവര് പറയാ വൈദ് ഖാലത്തു ഉമ്മത്തുൻ മിൻഹും, അതിലെ ഒരു സമുദായം പറയാണ്, അതിലൊരു കൂട്ടര് പറയാണ്, ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. നിങ്ങൾ എന്തിനാ ഈ ഖൗമിനെ ഉപദേശിക്കാൻ പോണത്? അല്ലാഹ് അവരെ ശിക്ഷിക്കുമല്ലോ, അല്ലാഹ് കൊടുക്കുമല്ലോ ഓൽക്കുള്ള ശിക്ഷ. ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ, അല്ലെങ്കിൽ ശക്തമായിട്ട് ശിക്ഷിക്കും അല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹ് അവരെ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു മൂന്നാം കക്ഷി അവിടെയും വേണ്ട, അതൊന്നും എതിർക്കണ്ട. ഇപ്പോഴത്തെ കാലം അത് കുട്ടികൾ അങ്ങനെ പോയിക്കോട്ടെ, അത് നമ്മള് അങ്ങനെ പറഞ്ഞിട്ട് ഒരു നല്ല മനുഷ്യന്മാരായിട്ട് എല്ലാറ്റിനും പറ്റുന്ന നല്ലൊരു എന്താ പറയാ, നല്ലൊരു സാധനങ്ങൾ അവിടെ ഉണ്ട് ഒരു കൂട്ടര്. അപ്പൊ ഓല് പറഞ്ഞ മറുപടി, എതിർക്കുന്നവര് പറഞ്ഞ മറുപടി ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഖാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും, ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് റബ്ബിനോട് പറയാനാണ്. വലഅല്ലഹും യത്തഖൂൻ, ചിലപ്പം പറഞ്ഞാൽ അവര് സൂക്ഷ്മതയിൽ പിന്മാറിയാലോ, അങ്ങനെ സംഭവിക്കാലോ, ചിലരെങ്കിലും അതിന് പിന്മാറിയാലോ. അപ്പൊ 2 ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന്, നിങ്ങളുടെ റബ്ബിനോട് നാളെ ചെല്ലുമ്പോ ചോദിക്കുമ്പോ തിന്മ വിരോധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ വിരോധിച്ചു എന്ന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു നിൽക്കാം. ആരെങ്കിലും അത് കേട്ട് നന്നായി എന്നൊക്കെ മാറിയാ അതും നല്ലതാണ്. അങ്ങനെ ഫലമ്മാ അതൗ അമ്മാ നുഹു അൻഹു ഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ, നാം പറഞ്ഞ കാര്യത്തിൽ നിന്ന് അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അവരോട് നാം പറഞ്ഞു, നിങ്ങൾ കുരങ്ങന്മാരായി മാറുക. ബനു ഇസ്രായേൽക്ക് അല്ലാഹ് കൊടുത്ത ശിക്ഷയാണ് വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസീർ വഅബദത് താഗൂത്ത്, കുരങ്ങന്മാരാക്കി മാറ്റി എന്നാണ്. എന്നിട്ടോ ഖുർആൻ പറയുന്നു, നമ്മുടെ ശിക്ഷ വന്നപ്പോ അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, എടുത്തു പറഞ്ഞൊരു കാര്യം, ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാം രക്ഷപ്പെടുത്തിയത് തിന്മ വിരോധിച്ചവരെ മാത്രമാകുന്നു.
വഅഖദ്ന അല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. തോന്യാസം ചെയ്തതുകൊണ്ട് അക്രമികളെ മുഴുവൻ നശിപ്പിച്ചു എന്നാണ്. ആ മൂന്നാം കക്ഷിനെ എന്ത് ചെയ്തു എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്കറിയാം. പടച്ചോത്തരെ പറഞ്ഞിട്ടുണ്ട്, തിന്മ വിരോധിച്ചവരെ ഞാൻ രക്ഷിച്ചു എന്നാണ്. അപ്പൊ ആരെയും സോപ്പിട്ട് കണ്ടിട്ട് ഒരാളെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പിണങ്ങുമോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ മുതലാളിയാന്ന് വിചാരിച്ചിട്ട്, ഇല്ലെങ്കിൽ ഇവൻ പാവപ്പെട്ടവനാ വിചാരിച്ചിട്ട് ഇതിൽ നിന്നും മാറ്റം പാടും. എല്ലാവരോടും ഒരു നിലപാടുള്ള സമീപനം മാത്രമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ലാ യംനഅന്ന അഹദകും, നിങ്ങളിൽ ഒരാളെ തടയാതിരിക്കട്ടെ. ഹൈബത്തുന്നാസി, ജനങ്ങളോടുള്ള ഹൈബത്ത്, ഹൈബത്ത് വക്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഓന്റെ ഗാംഭീര്യം, മൂപ്പരുടെ പവർ, മൂപ്പരുടെ പേഴ്സണാലിറ്റി, അതൊക്കെ കണ്ടിട്ട് നിങ്ങളെ തടയാതിരിക്കട്ടെ. ഹദീസിൽ വന്നതാണ്. എത്ര കൃത്യ നമ്മൾ കണ്ട ഒരു സത്യം, അല്ലെങ്കിൽ നമ്മൾ സാക്ഷിയായ ഒരു സത്യം തുറന്നു പറയാൻ ജനങ്ങൾക്ക് അല്പം ബഹുമാനക്കമുണ്ട് എന്ന് കരുതിയിട്ട്, കാര്യപ്പെട്ടവനാന്ന് വിചാരിച്ചിട്ട്, മുതലാളിയാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നേതാവാന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വലിയ ആളല്ലേ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഓന്റെ മുമ്പിൽ പറഞ്ഞാൽ ഞാനിപ്പോ എന്താകാന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ കുറെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങനെ എന്താ പോകാൻ വിചാരിക്ക, ഇപ്പൊ പറഞ്ഞപ്പോ മരോപ്പ് എന്താ വിചാരിക്ക, അങ്ങനെ മരുവനൊക്കെ നീച്ച് സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മകപ്പ് എന്താ വിചാരിക്കുക, മൂത്ത മകനാണ്, അവന്റെ ചെലവിലപ്പം ഞാൻ കഴിയണം, അവനോടിപ്പം എന്തെങ്കിലും പറഞ്ഞപ്പോ എന്താ വിചാരിക്കുക. നിങ്ങൾ ആലോചിച്ച് കൂട്ടെ, നമ്മുടെയൊക്കെ മക്കള് രാത്രി 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമൊക്കെ നമ്മുടെ വീട്ടിൽ മുളഞ്ഞിക്കണമെന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ? വൈകി മുളയനോടൊന്നും ചോദിക്കണ്ടേ, എവിടെ പോയിരുന്നു ചോദിക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കില്ലേ? നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ, എല്ലാ തോന്നിയാസവും നടക്കുമ്പോ ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഇവനില്ലേ? അത് ഈ വാപ്പാക്കില്ലേ? നിസ്സഹായനായിരിക്കുന്ന ഒരു വാപ്പ, പള്ളിക്കാരൻ പോലായിരിക്കും, മഹല്ല് കാര്യപ്പെട്ട ആളായിരിക്കും, നാട്ടിലെ നല്ല പ്രമുഖനായിരിക്കും, എല്ലാ കൂത്താട്ടവും തോന്നിയാസവും അവിടെ തന്നെ വെച്ച് നടക്കും, ഒന്നും മിണ്ടാൻ ധൈര്യമില്ലാത്ത വാപ്പ. അതാ ഈ ഹദീസ് അങ്ങനെ പറഞ്ഞു. ഹൈബത്തുന്നാസ്, ജനങ്ങളോടുള്ള മനോഭാവം, ആളുകളോടുള്ള വ്യക്തിപ്രഭാവം, ആളുകളുടെ വ്യക്തിപ്രഭാവം കണ്ടിട്ട് കാര്യം പറയാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ പ്രവാചകന്മാരും വന്നപ്പോ ആ പ്രവാചകന്മാരുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വസ്ഹാബുൻ യഖ്തദൂന ബിസുന്നതിഹി, എല്ലാവർക്കും ഹവാരിയുകൾ എന്നാണ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അതേപോലെ കേൾക്കുന്ന ആളുകൾ ഹവാരിയൂൻ. ഈ ഹവാരിയുടെ കൂടെ യഖ്തദൂന ബിസുന്നതി, ആ പ്രവാചകൻ നടപ്പിലാക്കുന്ന ചര്യകളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. സുമ്മ യഅതി മിൻ ബഅദി ദാലിക ഖുലൂഫുൻ, പിൽക്കാലത്ത് ഇനി കുറച്ച് ആളുകളൊക്കെ വരും. ആ ആളുകള് യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് അവർ പറയും, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യും, ചെയ്യാത്തത് പറയും, കൽപ്പന ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതാണ് റസൂൽ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, തന്റെ കൈ ഉപയോഗിച്ച് അവനോട് സമരം നടത്തിയാൽ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, അതിന് കഴിയില്ലെങ്കിൽ നാവുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, അതിനും കഴിയാത്ത പക്ഷം മാനസികമായിട്ടെങ്കിലും അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവൻ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഖബ്ബത്തു ഖർദലിൻ, ഇതിന്റെ അപ്പുറം ഈമാന് ഒരു കടുകുമണി പോലും ഈമാന് ബാക്കിയില്ല എന്നാണ്. അത് നേരത്തെ പറഞ്ഞ അൽഅഫുൽ ഈമാൻ, ഏറ്റവും വലിയ ദുർബലാവസ്ഥ ഈമാൻ ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ചെയ്തിക്കെതിരെ ഒരു ഹബ്ബത്തു ഖർദൽ, അത്രയെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സുകൊണ്ട് ആ തിന്മയെ ഒന്ന് വെറുക്കുക എന്നതാണ്. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മുജാഹിദ് എന്ന് പേര് വരാനുള്ള കാരണം ഈ ഹദീസാണ്. അറിയാത്തവർക്ക് മനസ്സിലായിക്കോളെ.
എന്ന് പറഞ്ഞാൽ നാട്ടിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തോന്നിയാസങ്ങളൊക്കെ പെരുകുമ്പോ അരുതേ എന്ന് പറയാനുള്ള ഒരു സംഘടന എന്ന രൂപത്തിലാണ് അന്നത്തെ പണ്ഡിതന്മാര് മുജാഹിദ് എന്ന് മുജാഹിദ് സംഘം എന്ന് പേരിട്ടത്. അല്ലാതെ ആരും നേരത്തെ വാളെടുത്തിട്ട് യുദ്ധം ചെയ്യാനോ ഇപ്പൊ ജിഹാദ് കേൾക്കുമ്പോ ഒക്കെ പ്രശ്നമാണ്. ലവ് ജിഹാദ്, മറ്റേ ജിഹാദ്, പിന്നെ എന്തൊക്കെ ജിഹാദാണ്. എന്ത് പറഞ്ഞാലും ഇവർ ജിഹാദ് കൂട്ടിയിട്ട് ഇസ്ലാമോ ഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായിട്ടാണ് തിന്മകളെ വിരോധിച്ചിട്ടുള്ളത്. തിന്മ ഡയറക്റ്റ് വരും നബിന്റെ അടുത്തേക്ക്, നമുക്ക് അങ്ങനെ വരില്ല. നബിന്റെ അടുത്ത് ഒരാളെന്ന് പറയാം എനിക്ക് വ്യഭിചരിക്കണം. നമ്മളെ കുട്ടികളൊപ്പം അങ്ങനെയൊക്കെ പറയും, ആൾക്കാർ വന്ന് പറയും. ഇല്ലല്ലോ, ഇതിലേറെ വലിയ തിന്മകൾ നബിന്റെ അടുത്ത് നേർക്ക് നേരെ വന്ന് പറഞ്ഞിട്ടുണ്ട്. വിഭജിക്കാതെ ഒരു നിവൃത്തിയില്ല. നിബിതങ്ങളുടെ സമീപനം അവിടെ ചിലർ വാളൊക്കെ എടുത്തു ഒന്തപ്പം നബിനോട് ചോദിക്കണം വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നിഷ്കളങ്കമായ മനസ്സ്. തിന്മ ചെയ്യുന്നവരൊക്കെ നിഷ്കളങ്കരായിരിക്കും. ആലോചിച്ച് നോക്കൂ, അത്ര വലിയ ക്രൂര ആളുകളും പിന്നെ മനസ്സിന്റെ ഉടമകളൊന്നും ആവില്ല. അവരൊക്കെ മാറ്റിയാൽ മാറുന്നവർ, അവരിലൊരു നന്മയുണ്ടാകും. ആ നന്മയെടുത്ത് കാണിച്ചു കൊടുക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേതൃത്വത്തിന് കഴിയുന്നില്ല, ഉസ്താദന്മാർക്ക് കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോ അവിടെ ഇരുത്തിയിട്ട് ചോദിച്ചു, നീ പിന്നെ എന്റെ ഉമ്മാനൊരാൾ വ്യഭിചരിച്ചാൽ ഇഷ്ടപ്പെടുവോ? പെങ്ങളെ വ്യഭിചരിച്ചാൽ ഇഷ്ടപ്പെടുവോ? എന്റെ ഭാര്യനെ ഒരാൾ വ്യഭിചരിച്ചാൽ ഇഷ്ടപ്പെടുവോ? എന്റെ സഹോദരി ഒരാൾ അങ്ങനെ ചോദിച്ച് കുറെ പെണ്ണുങ്ങളെ ചോദിച്ചു. മൂപ്പര് ആരും ഇഷ്ടം അങ്ങനെ പറഞ്ഞ മറുപടിയൊക്കെ ഉണ്ട് ഹദീസിൽ. ഓനെ കുന്തെടുത്ത് കുത്തും, കത്തിരുത്ത് വിട്ടുന്നൊക്കെ ഓരോരോ മറുപടി. അപ്പൊ നബി പറഞ്ഞു, ഇജിപ്പോ വിചരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും പെങ്ങളോ ഭാര്യയോ സഹോദരിയോ ഉമ്മേ ആരെങ്കിലും കൈക്കാരോ, അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ പോയിക്കോളാം. അൽഹംദുലില്ലാഹ്, നന്നായി മാറി. റമളാനിന്റെ പകലിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിച്ചു. ഇസ്ലാമിൽ അങ്ങനെ പാടില്ല. സ്ത്രീയുമായി റമളാനിന്റെ പകലിൽ ബന്ധപ്പെട്ട് നോമ്പ് മുറിച്ചാൽ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഫിദിയയുണ്ട്. ആ ഫിദിയ എന്താണ്? ഒന്നുകിൽ പിന്നെ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കണം, അല്ലെങ്കിൽ അടിമനെ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ 60 മിസ്കീന് ഭക്ഷണം കൊടുക്കണം. അത് ഈ ഹദീസാണ്. ഒരാൾ വന്ന് നബിയോട് പറയാം, നബിയെ ഞാൻ പകലില് ഭാര്യയുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിഞ്ഞു, എന്ത് ചെയ്യും? നബിക്കൊരു പ്രശ്നം ആണ്. നമ്മുടെ വളരെ കൃത്യമായിട്ട് അതിനോട് ഒരു നയപരമായിട്ട് തിന്മകളോട് നമ്മൾ പ്രതികരിക്കണം. അപ്പൊ നബി പറഞ്ഞു കൊടുത്തു, അനക്ക് അടിമനെ മോചിപ്പിക്കാൻ കഴിയുമോ? കഴിയില്ല നബി. പിന്നെ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് വിൽക്കാൻ കഴിയുമോ? അത് അത്രയും കഴിയില്ല. ഒരു നോമ്പിന്റെ കാര്യമാണ് ഇപ്പൊ. അപ്പൊ 60 ദിവസം നോമ്പ് വിൽക്കാൻ അതും കഴിയില്ല. പിന്നെ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? അതും കഴിയില്ല. വെയിറ്റ് ചെയ്യുക. അപ്പൊ ഒരാൾ കുറച്ച് ഈത്തപ്പഴയിട്ട് വരികയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈത്തപ്പഴയിട്ട് വന്നപ്പോ ഈ ഈത്തപ്പഴം ഓനിക്ക് കൊടുത്തു. ഇത് കൊണ്ടുപോയിട്ട് മിസ്കിന്മാർക്ക് കൊടുക്കുക. ഓ അങ്ങനെ നോക്കുകയാണ്. എന്താ നോക്കണേ? നബി എന്നെക്കാളും വലിയൊരു മിസ്കീനെ ഇവിടെ എവിടെയും തെരഞ്ഞിട്ട് കാണില്ല. ഞാൻ എന്താ ഇത് കാട്ടുക? മിസ്കീനെ കിട്ടണ്ടേ? മൂപ്പരെക്കാളും വലിയ മിസ്കീൻ തന്നെ അവിടെ അല്ല. അത്ര സാധുവാണ് ഈ സാധു. എന്നു പോയിട്ട് ഇജും കുട്ടികളും കൂടി തിന്നള, പ്രശ്നം തീർന്നു. ഏതൊരു കൃത്യം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പരിഹരിക്കും. പള്ളിയിൽ മൂത്രമൊഴിക്കാൻ ഒരുത്തൻ, സഹിഹായ ഹദീസിലുള്ളതാണ്. പള്ളിയിലെ ഇങ്ങനത്തെ പള്ളിയൊന്നും അല്ല കേട്ടോ, പിന്നെ എന്താ പറയാ, അത് മണലൊക്കെ ഉള്ള പള്ളിയാണ്. ഈ പള്ളിയിൽ മൂത്രമൊഴിക്കൽ സുന്നത്താന്ന് അങ്ങനെയും വരണ്ട. ഹദീസ് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയും വരും. അത് അദ്ദേഹം വന്ന് ഒഴിക്കാൻ മൂത്രമൊഴിക്ക പള്ളി. സഹാബികൾ വാളെടുത്തു, വടിയെടുത്തു, വാളെടുത്തു. നബി പറഞ്ഞു ഒഴിച്ചോ, അത് ഒഴിക്കട്ടെ, അത് മൂത്രം മുറിക്കണ്ട, അങ്ങനെ ഒഴിച്ചു പോയിക്കോട്ടെ. ഒഴിച്ചു കഴിഞ്ഞപ്പോ സഹാബികളോട് പറഞ്ഞു, ഒരു ബക്കറ്റ് ദലുവിമിനൽ മാ, ഒരു ബക്കറ്റ് പിന്നെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അത് ഒഴിക്കാൻ പറഞ്ഞു. പള്ളിയാണ്, ഒക്കെ വൃത്തിയായി. ഓനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാടില്ല. പലപ്പോഴും ആലോചിച്ചു, നമ്മുടെയൊക്കെ സമീപനം, തിന്മ വിരോധിക്കുന്ന സമീപനത്തിനും ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ പറഞ്ഞു തോന്നുന്നുണ്ട്, ഒരുത്തൻ കള്ളും ഷാപ്പ് പോയത് പള്ളിയിൽ വന്ന് മൊബൈൽ ഫോൺ അടിച്ചപ്പോ എല്ലാരും ഓന്റെ നേരെ തിരിഞ്ഞു നോക്കി. സെക്രട്ടറി, പ്രസിഡന്റും പിന്നെ മൊയ്ലിയരും മുഅദ്ദിനും കാരണവരും ഒക്കെ കൂടി ഓന്റെ നേരെ. അറിയാതെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞാൽ നമുക്കൊക്കെ സംഭവിക്കും. ജുമാക്കൊക്കെ ഉണ്ടാകും, ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരാളെ മൊബൈൽ അടിച്ചോട്ടെ നിർത്തിയാൽ മതി. നിസ്കരിക്കുമ്പോഴാണെങ്കിലും അത് ഓഫാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിസ്കാരം ഒന്നും ബാത്തിലാവൂല. പിന്നെ മൂപ്പര് കള്ളുഷാപ്പിൽ പോയി. വലിയ കള്ളുഷാപ്പിൽ പോയപ്പോ, ബാറിൽ പോയപ്പോ കള്ളുടിച്ചുമ്പോ
ഗ്ലാസ് തട്ടിമറിഞ്ഞ് പൊട്ടിപ്പോയി. അപ്പൊ ക്യാഷിലിരിക്കുന്ന ആളിനെ നയിച്ചു വന്നിട്ട് അത് സാരല്ല, ഒരു ഗ്ലാസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വേറെ ഗ്ലാസ്സിൽ കൊടുത്തു. അതൊക്കെ അവിടെ വൃത്തിയാക്കിച്ചു, പണിക്കാരനെ കൊണ്ട് വൃത്തിയാക്കിച്ച് പിന്നെ പോകുമ്പോ ക്ലാസിന്റെ കൈ കൊടുത്തപ്പോ അത് വാങ്ങിയില്ല. അതൊന്നും സാരല്ല, അതൊക്കെ ഇവിടെ സാധാരണ സംഭവിക്കണാറ്. പിന്നെ മൂപ്പര് പള്ളികൾക്ക് വരല് മാറ്റി കള്ളുഷാപ്പ് പോക്ക് തുടങ്ങിയെന്നാണ് കഥ. ചിലപ്പോൾ തിന്മ വിരോധിക്കുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ചില കാര്യങ്ങൾ, അതാണ് ചില പ്രസംഗങ്ങളും ചില വയലുകളൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും, നെഗറ്റീവായിട്ട് അത് പ്രതിഫലിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കളെ അറിയിക്കുക. ചിലരൊക്കെ വായ തുറക്കണ എന്നെ മക്കളെ ഉപദേശിക്കാനും ചീത്ത പറയാനും. അതുപോലെ ഇതൊരു കാര്യമാണ് തോന്നുന്നത്, സ്നേഹമാണ് ആ പറയുന്നത് തോന്നുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സ്റ്റാൻഡ് തട്ടാതെ ഒന്ന് ബൈക്ക് എടുത്ത് പോയോക്കണേ, ആ അങ്ങാടിയുള്ള മുഴുവൻ ആൾക്കാരും പറയാം സ്റ്റാൻഡ് ഇട്ട്, സ്റ്റാൻഡ് ഇട്ട്, സ്റ്റാൻഡ് ഇട്ട്. അതൊരു സ്നേഹമാണ്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് പറ്റരുതെന്ന് വിചാരിച്ചു നമ്മൾ ആരും അല്ല അവരൊന്നും, അത്രേ നമ്മൾ ചെയ്യണുള്ളൂ. ഒരു കല്യാണം കൂടി പോയിട്ട് വരെ പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോ കസാരമലേശം വെള്ളം ഉണ്ടെങ്കിൽ ആയിമരിക്കണ്ട, അങ്ങോട്ട് വലിച്ചിടുക. എത്ര ശ്രദ്ധിക്കും നമ്മളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ശ്രദ്ധിക്കും. ആ കസാരമ്മ നമ്മൾ ഇരിക്കരുതെന്ന് വിചാരിച്ചിട്ട് കുപ്പായത്തിലും തുണിയിലും ചളിയാവും എന്ന് പറഞ്ഞിട്ട് അത്രയും നമ്മൾ ചെയ്യണുള്ളൂ. അത് ഇഷ്ടമാണ്, ഇവനോടുള്ള താല്പര്യമാണ്, മക്കളോടുള്ള താല്പര്യമാണ്. മോളെ, നീ നഗ്നത പ്രദർശിപ്പിക്കാതെ സ്കൂളിലേക്ക് പോകണം, സ്കൂൾക്ക് പോകുമ്പോൾ മകളോടൊന്ന് വിളിച്ചു പറയാൻ എന്തേ നമുക്ക് ധൈര്യമില്ലാത്തത്? നമുക്കറിയാം നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല, പ്രായപൂർത്തിയായ കുട്ടികൾ ഔറത്ത് മറക്കാതെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. ഒന്ന് സ്കൂൾക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയോ, സ്കൂളിലൊക്കെ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും മദ്രസയിൽ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങളൊന്ന് പരിശോധിക്ക്, കണക്കെടുക്കി. ഒരു കുട്ടി പോലും, അല്ലെങ്കിൽ ഏറിയ 2000-ൽ ഒരു 10ഓ 15ഓ കുട്ടികൾ കൃത്യമായിട്ട് എണ്ണീറ്റ ഞാൻ പറഞ്ഞു. ആ കുട്ടികളെ ശരിക്ക് തലയിൽ മുണ്ടിട്ട് വരുന്നുണ്ടാവുള്ളൂ. കുട്ടികളെ വിളിച്ച് നല്ല നിലക്ക് അന്വേഷിച്ച കുട്ടികൾ മദ്രസയിൽ 10ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. എന്താ കാരണം? അതൊന്ന് ഉപദേശിക്കാൻ നമുക്ക് കഴിയില്ല. അവരൊന്ന് പറഞ്ഞു കൊടുക്കാൻ, മോളെ ഇത് നരകത്തിൽ പോകേണ്ടി വരും. അപ്പൊ നരകം എന്ന് പറയുന്ന വലിയ മുസീബത്തിലേക്ക് ഇതിപ്പോ ഏറിയപ്പോ എന്താ, സ്റ്റാൻഡ് ഇട്ടാതെ പോയാല് ചിലപ്പോ ഒന്നും അറിയും, അല്ലെങ്കിൽ അതുണ്ടാവില്ല, ഒന്നും സംഭവിക്കൂല. കസാലമ്മ ഒന്ന് ഇരുന്നാൽ തുണിയൊന്നും നനയും. അതുപോലും വളരെ ഗൗരവത്തിലാണ് നമ്മുടെ ആളുകൾ കാണണമെങ്കിൽ, നമ്മുടെ മനസ്സങ്ങനെ പറയുന്നുവെങ്കിൽ, നരകം എന്ന് പറയുന്ന ഭയാനകമായ ആ ഒരു കാര്യത്തിൽ നമ്മുടെ മക്കൾ അകപ്പെടുന്നിടത്ത് ഒരു നിസ്സംഗത അതൊരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ചിലപ്പോൾ കേട്ടോളന്നില്ല, നല്ല പ്രതികരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, യാ ബുനയ്യ അഖിമിസ്സലാം, മോനെ നിസ്കരിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം പറയണം, കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, ചീത്തയായ കാര്യത്തെ നിഷേധിക്കണം, നീ നിരോധിക്കണം. വസ്ബിർ അലാ മാ അസ്വാബക, എന്നിട്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊരു മനക്കരുത്തുള്ള വിശ്വാസമാണ്. നമ്മളൊക്കെ അവരവരുടെ കുട്ടികൾ ഇപ്പൊ എല്ലാ മഹലിലും തുടങ്ങിയിട്ടുണ്ട് ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ട്. മഹലിൽ ബോർഡൊക്കെ വെച്ചിട്ട് നായനെ തല്ലുപോലെ തച്ചാട്ടൊന്നൊക്കെ എഴുതി വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് അതൊന്നും കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി. നമ്മുടെ വീട്ടിലെ കുട്ടികൾ തിന്മയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെന്ന് വിളിച്ചിട്ട് എങ്ങനെ പറ്റില്ല. ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മരണം ഉറപ്പാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളെന്ന് സമാധാനിപ്പിച്ച് നല്ല നിലക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ പേടിക്കണ്ട. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ടീനേജ് പ്രായമുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴാ തലക്കെട്ട് മുട്ട് കിട്ടുക എന്നറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓനോട് പറയാൻ പേടിയാണ്, ഓനോട് കൽപ്പിക്കാൻ പേടിയാണ്, ഉപദേശിക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ അതിന് കുറച്ച് ധൈര്യമൊക്കെ സംഘടിപ്പിക്കണം, സംഭരിക്കണം. എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീടും കുടുംബമൊക്കെ നിയന്ത്രിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടി ധൈര്യപ്പെടുന്നുണ്ടോ? ഒരു സ്ഥലത്തേക്ക് എന്നും ജ്യൂസ് കുടിക്കാൻ പോകുന്നുണ്ടോ? ഇന്നലെ കേട്ട ന്യൂസാണ്, ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരു കുട്ടി എപ്പോഴും ജ്യൂസ് കുടിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണം, ഏതോ പോലീസുകാരൻ പറയുന്നുണ്ട്.
റമദാൻ മാസത്തിലുണ്ട് തീരെ വെള്ളം കിട്ടാത്തമാരൊരു സോഡ കച്ചവടം, കുറച്ച് അച്ചാറും മാങ്ങയൊക്കെ പാടപ്പിലിട്ടിട്ട് അവിടെ കൂടുന്നുണ്ടാവും. ഞാൻ ഇന്ന് നിഷേധിക്കല്ല, പക്ഷേ ഈ ഉത്തരവാദിപ്പെട്ട ആളുകൾ പറയുന്നു അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവിടെ കുട്ടികൾ അത് തിന്നാനാണ്ട് പോണ്ട, ഞങ്ങൾ വീട്ടിലിരുത്തിക്കൊള്ളി, വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കി കൊടുത്തോളേ, വീട്ടിലുണ്ടാക്കാലോ, വീട്ടിൽ സോഡ അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു പണിയില്ല. അപ്പൊ കുട്ടികളുടെ കൂട്ടുകെട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. റമദാൻ മാസം അതിനൊരു ഒരുക്കമാവട്ടെ. അങ്ങനെ തിന്മ വിരോധിക്കുന്നവരുടെ കൂട്ടത്തിൽ നന്മ കൽപ്പിക്കൽ അതേതായാലും ഉണ്ട്, കൽപ്പിച്ച് ഏറുകയാണ് നമ്മളൊക്കെ അല്ലെ, നമ്മൾ നന്മ കൽപ്പിക്കൽ ഏറുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അരുതേ എന്ന് പറയാനും വേണ്ട സ്ഥലത്ത് നോ എന്ന് പറയാനും നമ്മൾ പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. ബഹുമാന്യരെ, രണ്ട് കാര്യം ഉണർത്താനുള്ളത്. ഒന്ന്, നമ്മുടെ കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്കുള്ള കലക്ഷൻ ഇന്നാണ് സ്വീകരിക്കുന്നത്. എല്ലാവരും അതിൽ സഹകരിക്കണം. രണ്ടാമതായി, ഞായറാഴ്ച റമദാനിന്റെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും. ഇവിടെ ക്ലാസ്സുകൾ കയറി നമ്മൾ വിഷയങ്ങളൊക്കെ പഠിക്കണം. മൂന്നാമത്തെ കാര്യം, റമദാൻ 17 ബദ്ർ ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വലിയ ആഘോഷം ഉണ്ടാവും. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ ബദ്ർ ദിനം ഉണ്ടായത് എന്തിനാണ്? ഷിർക്കിനെതിരെ യുദ്ധം ചെയ്യാൻ. അന്ന് നബി പ്രാർത്ഥിച്ചത്, പടച്ചോനെ ഈ സംഘത്തെ നശിപ്പിച്ചാൽ ഇനി നിന്നെ ആരാധിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ വിരോധാഭാസം എന്ന് പറയട്ടെ, ആ ബദരീങ്ങളോടാണ് ഇന്ന് നമ്മൾ ബദ്ർ ദിനത്തിൽ റമദാൻ 17 പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മൗലിദിലും അന്ന് നടക്കുന്ന ദിക്റിലും മജ്ലിസുൻ നൂറിലും ഒക്കെ ബദ്ർ ശുഹദാക്കളുടെ വീരഗാഥകളും അവരോട് പ്രാർത്ഥിക്കുകയും, നിങ്ങളാണ് ഞങ്ങളൊക്കെ രക്ഷിക്കുന്നത് ബദരീങ്ങളെ, നിങ്ങളാണ് ഞങ്ങൾക്ക് അവലംബം, നിങ്ങളാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് ആക്കണത് എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനകളാണ്. അതൊക്കെ ബദർമാലൊക്കെ വേണമെങ്കിൽ ഇവിടെ ബുക്ക് സ്റ്റാൾ വാങ്ങാൻ കിട്ടും, ബദർ മൗലൂദും വാങ്ങാൻ കിട്ടും, എന്റെ പരിഭാഷയും വാങ്ങാൻ കിട്ടും. ഒന്ന് വാങ്ങി വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ നമ്മുടെ ഈ റമദാനിന്റെ നേടിയ ചൈതന്യം, റമദാനിന് നേടിയ അന്തസ്സും ഇസ്സത്തും ഒരു കാരണവശാലും ഷിർക്കിലേക്ക് പോയിട്ട് അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞ് ഷിർക്ക് ചെയ്താലും അറിയാതെ ഷിർക്ക് ചെയ്താലും ഷിർക്ക് തന്നെ. അതുകൊണ്ട് ചിലരൊക്കെ പ്രോത്സാഹിപ്പിക്കാം. അതൊക്കെ പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ മതപൗരോഹിത്യത്തിന്റെ ചില ഉദാഹരണങ്ങളാണ്. അനാവശ്യമായ കെട്ടുകഥകളും എല്ലാ കഥകളും ഖുർആനിൽ ആയത്ത് വരെ വളച്ചൊടിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആളുകളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അന്ന് കുറെ പോത്തിനിറക്കുക, ചിലയിടത്തൊക്കെ പോത്തിന്റെ കണക്ക് ബദരീങ്ങൾക്ക് വല്ല കന്നച്ചോടാന്നൊക്കെ തോന്നുന്ന രൂപത്തിലാണ് നമ്മളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ബദരീകൾ ഉണ്ടായത്, ഇങ്ങനൊരു ദിനമുണ്ടായത് തൗഹീദിന്റെ സ്ഥാപനത്തിനാണ്. അതുകൊണ്ട് ഒരിക്കലും പടച്ചോനോടല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് മാത്രമേ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൂ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എല്ലാം പൊറുക്കും, ഷിർക്ക് പുറത്തു തരൂല. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും, വിഷം നമ്മൾ അറിഞ്ഞു കുടിച്ചാലും അറിയാതെ കുടിച്ചാലും നമ്മൾ മരിക്കും. ഞാൻ അറിയാതെ കുടിച്ചാന്ന് പറഞ്ഞിട്ടും രക്ഷപ്പെടൂല. അതേപോലെ തന്നെയാണ് ഷിർക്കിന്റെ എഫക്ട്. അറിഞ്ഞിട്ടാണെങ്കിലും ശരി, അറിയാതാണെങ്കിലും ശരി. അതുകൊണ്ട് തിന്മ വിരോധിക്കുന്ന വിഷയത്തിൽ കാർക്കശ്യമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രൂപത്തിൽ ആ ശൈലി ഒന്ന് നന്നാക്കുക. ആശയം നന്നാക്കേണ്ടതില്ല, ശൈലി ഒന്ന് നന്നാക്കിയിട്ട് അങ്ങനത്തെ തിന്മകൾ, തൗഹീദ് രംഗത്ത് വരുന്ന ഏറ്റവും നല്ല മഅറൂഫ് തൗഹീദാണല്ലോ, അതിനെതിരെ വരുന്ന ഏറ്റവും വലിയ മുൻകർ ഷിർക്കൻ. അപ്പൊ അങ്ങനത്തെ അതിനെതിരെ അതൊക്കെ നമ്മളൊന്ന് ഉപദേശിച്ച്, സാധിക്കുന്നവരോടൊക്കെ ഒന്ന് ഉപദേശിക്കുക, പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുക. നമ്മളും അത്തരം കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم.